ഹലോ എവ്രി വൺ, വെൽക്കം ടു ഡെലീഷ്യസ് റെസിപ്പീസ്. ഇന്നൊരു സ്പെഷ്യൽ വടയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സാധാരണയായിട്ട് പരിപ്പ് വട തയ്യാറാക്കുന്നതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു വട ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. മിക്സ്ഡ് ദാൽ വടയാണിത്. ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു വടയാണിത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത ശേഷം ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ മാത്രമേ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ വട തയ്യാറാക്കാനായിട്ട് 1/2 കപ്പ് തുവരപ്പരിപ്പാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഉഴുന്നുപരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ആദ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇപ്പോൾ പരിപ്പ് നല്ലതുപോലെ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് അടച്ച് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് കുറച്ച് കടലപ്പരിപ്പൊന്ന് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. 1/4 കപ്പ് കടലപ്പരിപ്പാണ് ഇപ്പോൾ എടുത്തത്. ഇത് ആദ്യം ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് അടച്ച് മാറ്റി വയ്ക്കാം. ഇനി ഈ വട തയ്യാറാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള മറ്റു ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 5 ടേബിൾ സ്പൂൺ തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. 3 വറ്റൽമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഗ്രേറ്റ് ചെയ്തെടുത്തതും കുറച്ച് മല്ലിയിലയും 2 പച്ചമുളകും 1 തണ്ട് കറിവേപ്പിലയുമാണ് ഇപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്നത്. ഉണക്കമുളകിൻ്റെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ച് മാറ്റം വരുത്താം. തുവരപ്പരിപ്പും ഉഴുന്നുപരിപ്പും വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് 2.5 മണിക്കൂറായിട്ടുണ്ട്. ഞാനിപ്പോൾ വെള്ളമെല്ലാം നന്നായിട്ട് ഊറ്റിക്കളഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് ഒന്ന് അരച്ചെടുക്കണം. ഇത് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കരുത്. ചെറിയൊരു തരിതരിപ്പോടു കൂടി വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ കായമാണ് ഇപ്പോൾ ചേർത്തത്. ഉണക്കമുളകും കൂടി ചേർത്തിട്ടുണ്ട്. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർത്തിരിക്കുന്നത്. ഈ ഒരു രീതിയിൽ തരിതരിപ്പായിട്ടാണ് ഇത് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് കുതിർത്തി വെച്ചിരുന്ന കടലപ്പരിപ്പ് കൂടി ചേർക്കാം. 2 പച്ചമുളക് വളരെ ചെറുതായിട്ട് അരിഞ്ഞതും 1 തണ്ട് കറിവേപ്പിലയുമാണ് ഇപ്പോൾ ചേർത്തത്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഗ്രേറ്റ് ചെയ്തെടുത്തതും കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 5 ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ തുവരപ്പരിപ്പും ഉഴുന്നുപരിപ്പും അരച്ചെടുത്തപ്പോൾ ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ലായിരുന്നു. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഓരോ ചെറിയ ഉരുളകളാക്കി എടുക്കാം. ഇനി ഇത് കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് വടയുടെ ഷേപ്പിൽ ആക്കിയെടുക്കണം. സെൻറ്ററിൽ കുറച്ച് തിക്കായിട്ടും അരികിലൊക്കെ കുറച്ച് തിന്നായിട്ട് വേണം ഇതൊന്ന് പ്രസ് ചെയ്തെടുക്കാനായിട്ട്. ഈ ഒരു രീതിയിൽ വേണം ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇത് ചൂടായ എണ്ണയിലേക്കിട്ട് വറുത്തെടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ വട വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ഞാനിവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ വെജിറ്റബിൾ ഓയിലാണ് എടുത്തത്. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ഇനി ഇത് ഓരോന്നായിട്ടും ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നേരത്തെ തന്നെ വടയുടെ ഷേപ്പിലാക്കി വെക്കേണ്ട ആവശ്യമില്ല. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ പെട്ടെന്ന് തന്നെ എടുത്ത് ഓരോ ഉരുളകളായിട്ട് എടുത്തിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് എണ്ണയിലേക്ക് ഇട്ടാൽ മതി. ആദ്യത്തെ ബാച്ചിൽ ഞാൻ 5 എണ്ണമാണ് ഇട്ടിട്ടുള്ളത്. ഇതിപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇനി 2 വശവും നല്ലതുപോലെ കളറൊക്കെ മാറി വരുമ്പോൾ ഇത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം.
ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു വടയാണിത്. സാധാരണ പരിപ്പ് വട തയ്യാറാക്കുന്നതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഇത് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ തേങ്ങയൊക്കെ ചേർത്ത് ചെയ്യുന്നത് കൊണ്ട് നല്ല ടേസ്റ്റിയാണിത്. ഇപ്പോൾ വട ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്നും എടുത്ത് മാറ്റാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആദ്യത്തെ ബാച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് ബാച്ച് കൂടി ചെയ്യാം. ഈ ഒരു രീതിയിൽ ഇൻഗ്രീഡിയൻസ് എടുത്തു കഴിഞ്ഞാൽ 13 വട നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇതിൽ 1/2 കപ്പ് തുവരപ്പരിപ്പും 1/4 കപ്പ് വീതം ഉഴുന്നുപരിപ്പും കടലപ്പരിപ്പുമാണ് ചേർത്തത്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഈവനിങ് സ്നാക്കാണിത്. അപ്പോൾ ഇതുവരെയും ഈ രീതിയിൽ പരിപ്പ് വട തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഇഷ്ടമാകും. നമ്മുടെ ചാനലിൽ കുറച്ച് ഈവനിങ് സ്നാക്സിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അരിമുറുക്ക്, പക്കാവട, ഡയമണ്ട് കട്ട്സ് ഇതിൻ്റെ എല്ലാം വീഡിയോകൾ നേരത്തെ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ വീഡിയോകൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ സമയം കിട്ടുമ്പോൾ അതൊന്ന് കാണുക. റെസിപ്പികളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി അറിയിക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇവിടെ സെക്കൻഡ് ബാച്ചും റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള വട കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി മറക്കരുതേ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്